ഒരു പുഴുക്കുണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് അത് എടുത്ത് ചെത്തി, മധുരക്കിഴങ്ങെന്നും പറയും, കപ്പക്കിഴങ്ങെന്നും പറയും ഇത് ചിലയിടത്തൊക്കെ. അത് മുറിച്ച് ഞാൻ കീറി എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിലൊരു സമ്മന്തിക്ക് കുറച്ച് കൊച്ചുള്ളി, 2 വെളുത്തുള്ളി, ഇച്ചിരി പുളി, കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വറ്റൽമുളക് ചൂടണം. അതിൻ്റെ കൂടെ ഇപ്പം മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ഉണക്കമീനുണ്ട്. അത് ഞാൻ വറക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുളക് ഒന്ന് ചുടുന്നത് കാണിക്കാം. ഇത് ചുടാൻ പോവുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് ഈ മുളക് ചുട്ട് വെച്ചിരിക്കുക. ഇനി ഇത് സമ്മന്തിയാക്കിയിട്ട് കാണിക്കാം. ഇനി കപ്പ കിഴങ്ങി വെള്ളത്തിലോട്ട് ഞാൻ എടുത്തിടുക. ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വെന്തിട്ട് കാണിക്കാം. നമ്മുടെ കപ്പക്കിഴങ്ങ് കൂടെ തിളച്ചിട്ടുണ്ട്. ഞാനിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വേവണം. അതിന് ഒന്നുകൂടെ അടച്ച് വെക്കുക. ഇനി ഈ ചുട്ട് വെച്ചിരുന്ന മുളകും, ഉള്ളി, വെളുത്തുള്ളി, പുളി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ശകലം ഉപ്പിട്ട് കൊടുത്തു. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇനി ഈ മിക്സിയിലോട്ട് വെച്ച് 2 അടി അടിച്ചിട്ട് ഇനി എടുക്കാനാണ്. നമ്മുടെ സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി ഉണക്കമീൻ കൂടെ വറുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ്. നല്ല എരിയും പുളി എല്ലാം ഉള്ള സമ്മന്തിയാണ്. പുഴുക്ക് തിന്നാൻ പറ്റിയതാണ്. പഴയകാല സമ്മന്തിയാണിത്. നമ്മുടെ ഉണക്കമീൻ വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂത്തിട്ട് കാണിക്കാം. നമ്മുടെ ഉണക്കമീൻ്റെ ഒരു സൈഡ് മൂത്ത് ഞാനൊന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ഇതിന് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഉണക്കമീനായതുകൊണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് മൂത്തിട്ട് എടുക്കാനാണ്. നമ്മുടെ ഉണക്കമീൻ ഇവിടെ മൂത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ ഇത് ചൂടോടെ കൊടുക്കാൻ പോവാണ്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.